ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് കണ്ടു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും മനസ്സിലാക്കി. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് ആൻഡ് മിത്സ്. എന്തെല്ലാം പ്രാക്ടീസുകളാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ളത്, എന്തെല്ലാം മിത്തുകളാണ്, തെറ്റായ ധാരണകളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേസുകളിൽ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ചെറിയൊരു സെക്ഷനാണിത്. സോഫ്റ്റ്വെയർ മിത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ മിത്തിനെ കുറിച്ചും പറയുന്നത്. ഇപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് വലിയ വലിയ പ്രോബ്ലംസൊക്കെ റൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതായത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നേയുള്ള അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ കൊണ്ടാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. മെനി സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് അറൈസ് ഡ്യൂ ടു മിത്സ് ദാറ്റ് ആർ ഫോംഡ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. വലിയ വലിയ സോഫ്റ്റ്വെയർ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ കാരണം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന്, അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് ഒരുപാട് തെറ്റായ ധാരണകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഉണ്ടായതുകൊണ്ടാണ്. സോഫ്റ്റ്വെയർ മിത്സ് പ്രൊപ്പഗേറ്റ് ഫാൾസ് ബിലീഫ്സ് ആൻഡ് കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് മാനേജ്മെൻറ്റ്, യൂസേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ തെറ്റായ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഈ തെറ്റായ ധാരണകൾ ഇപ്പം മനസ്സിൽ എന്തൊക്കെ ഉണ്ടാക്കും? കുറേ തെറ്റായ വിശ്വാസങ്ങളും മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുകയൊക്കെ ചെയ്യും. അതിപ്പോൾ യൂസേഴ്സിന് മാത്രമെന്നല്ല, ഈ സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെൻറ്റിനുണ്ടാവും, അതേപോലെ അത് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന യൂസേഴ്സിനുണ്ടാവും, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് വരെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇങ്ങനെ കുറേ തെറ്റായ ധാരണകളുണ്ട്. അപ്പോൾ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ തെറ്റായ ധാരണകൾ എന്തൊക്കെയാണ്, ശരിക്കും അതിൻ്റെ റിയാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ 3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് മിത്സ്, യൂസർ മിത്ത്, ഡെവലപ്പേഴ്സ് മിത്ത്. അപ്പോൾ 3 വിഭാഗങ്ങൾക്കും എന്തെല്ലാം തെറ്റായ ധാരണകളാണുള്ളത്, അതിൻ്റെയൊക്കെ റിയാലിറ്റീസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ വന്നിട്ട് മാനേജ്മെൻറ്റ് മിത്സ്. മാനേജ്മെൻറ്റ് ലെവൽ എന്തെല്ലാം ധാരണകളാണുള്ളത്. മാനേജേഴ്സ് who own software development responsibility are often under strain and pressure to maintain a software budget, time constraints, improved quality and many other considerations. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ആൾ ആ മാനേജറായിരിക്കും, ആ ഹെഡായിരിക്കും. എന്തൊക്കെയാണ്? അയാൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവും, അയാൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും. എന്തൊക്കെയാണ് ഇപ്പോൾ അയാൾ മൈൻഡിൽ ഉണ്ടാവുന്നത്? സോഫ്റ്റ്വെയർ ബഡ്ജറ്റ്, ഈ യൂസർ പറഞ്ഞ കോസ്റ്റിൻ്റെ ഉള്ളിൽ, ആ ക്യാഷിൻ്റെ ഉള്ളിൽ ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതാണ് സോഫ്റ്റ്വെയർ ബഡ്ജറ്റ്. ടൈം കൺസ്ട്രെയിൻറ്റ്, യൂസർ ഇപ്പോൾ എനിക്കിത് 1 മാസം കൊണ്ട് വേണം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആ 1 മാസം കൊണ്ട് ഇയാൾ കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ. ടൈം കൺസ്ട്രെയിൻറ്റ്, ടൈമിലുള്ള ലിമിറ്റ് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ എന്ന്. പിന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഏതൊരു യൂസറും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. മെനി അതർ കൺസിഡറേഷൻ, പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരാം. ഇപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും മെയിൻ്റനൻസ് വേണ്ടി വന്നാൽ അതെല്ലാം അതിലുണ്ടോ, പിന്നെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജറുടെ ഡ്യൂട്ടിയാണ്. യൂസർ ചോദിക്കുക മാനേജറോടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ഒരാളാണ് ആര്? ഈ സോഫ്റ്റ്വെയർ മാനേജർ എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജർക്ക് ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള മിത്തുകളാണ് ഇനി താഴെ പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് മിത്തുകളാണ്. മിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, റിയാലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ തെറ്റായ ധാരണകൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിയാലിറ്റി എന്താണ്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കാം.
The members of an organization can acquire all the information they require from a manual which contains standards, procedures and principles. ഏറ്റവും വലിയൊരു തെറ്റായ ധാരണയാണിത്. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ ഇൻഫർമേഷൻസും ഒരു മാനുവലിൽ നിന്ന് കിട്ടുന്ന, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗൊക്കെ ഉണ്ടാവില്ലേ, ഒരു ബുക്ക്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ബുക്കിൽ നിന്ന്, ഒരു മാനുവൽ പോലെ ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്റ്റാൻഡേർഡ്, എന്തെല്ലാം സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുണ്ടാവും. അതേപോലെ എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് ഉള്ളത്, എന്തെല്ലാം പ്രിൻസിപ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു മാനുവൽ ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ ഒരു മാനുവൽ നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാവും എന്നാണ് ഈ മാനേജേഴ്സ് വിചാരിക്കുന്നത്. അതായത് എല്ലാം ഉണ്ട്, ഇപ്പോൾ ആരിപ്പോൾ വന്നാലും അവർക്ക് എന്താണ്, ഈ ഒരു മാനുവൽ നോക്കിയാൽ എല്ലാം മനസ്സിലാവും എന്നാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താണ്? സ്റ്റാൻഡേർഡ്സ് ആർ ഓഫൺ ഇൻകംപ്ലീറ്റ്, ഇൻഅഡ്വക്കേറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എല്ലാവർക്കുമുള്ള ഒരു കാറ്റലോഗ് അല്ലെങ്കിൽ ഒരു മാനുവൽ എന്ന് പറയുന്നത് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി പോവേണ്ട ഒരു സാധനമാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് പലപ്പോഴും എന്താവാറില്ല, കംപ്ലീറ്റ് ആവാറില്ല. ഇൻഅഡ്വക്കേറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ്, അത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ അതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഔട്ട്ഡേറ്റഡ്, ഡേറ്റ് കഴിഞ്ഞതുമായിരിക്കാം. അത് അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ടാവില്ല ഈ ഒരു കാറ്റലോഗ്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒരു യൂസർക്ക് കൊടുത്ത് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ മാനുവലിലും കൂടെ മാറ്റം വരുത്തണം. പക്ഷെ അത് ചെയ്തിട്ടുണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു, അതൊരു തെറ്റായ ധാരണയാണ്. ആ ഒരു മാനുവൽ നോക്കിയാൽ എല്ലാവർക്കും ഇത്, ഈ ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും ഇതൊക്കെയാണ് മനസ്സിലാവും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം ഇത് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആവാം, അല്ലെങ്കിൽ അതിൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആവാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാലിറ്റി. വേറൊന്ന്, ഡെവലപ്പേഴ്സ് ആർ ഓഫൺ അൺഅവെയർ ഓഫ് ഓൾ ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഡെവലപ്പേഴ്സിന് തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ അവരത് ചിലപ്പോൾ ആ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു, അതാണ് ശരിക്കുള്ള റിയാലിറ്റി. അപ്പോൾ ഇതെല്ലാം അവർക്കറിയാമെന്നുള്ളൊരു ധാരണ മാനേജേഴ്സിന് ഉണ്ടാവും. അടുത്തത്, ഡെവലപ്പേഴ്സ് റയർലി ഫോളോ ഓൾ ദ നോൺ സ്റ്റാൻഡേർഡ്സ് ബിക്കോസ് നോട്ട് ഓൾ ദ സ്റ്റാൻഡേർഡ്സ് ടെൻഡ് ടു ഡിക്രീസ് ദ ഡെലിവറി ടൈം ഓഫ് സോഫ്റ്റ്വെയർ വൈൽ മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ക്വാളിറ്റി. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പറഞ്ഞ സമയത്തിനുള്ളിൽ യൂസർക്ക് സോഫ്റ്റ്വെയർ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ഇവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരെല്ലാ സ്റ്റാൻഡേർഡ്സൊന്നും അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാ റൂൾസൊന്നും അതിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ മാനുവലിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അതിൽ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം അതിൽ വരാനുള്ള വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാരണം അവർ ക്വാളിറ്റി എന്നതിലുപരി സമയത്ത് ഈ സാധനം കൊടുക്കുക എന്നുള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും ക്വാളിറ്റിയാണ് കൂടുതൽ വേണ്ടത്, പക്ഷേ ടൈമിന് കൊടുക്കുക വേണം. അപ്പോൾ ഈ ക്വാളിറ്റി എന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേറെ ഈ ടൈമിൻ്റെ ഉള്ളിൽ യൂസർക്ക് കൊടുക്കണ്ടേ എന്നുള്ള ധാരണ കൊണ്ട് ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് റൂൾസൊക്കെ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും എന്തിലുണ്ടാവില്ല, മാനുവലിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ മാനേജർ വിചാരിക്കണ പോലെ ഒരു മാനുവൽ നോക്കി വിചാരിച്ചിട്ടൊന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. ഇതാണ് ഫസ്റ്റ് മിത്തും അതിൻ്റെ റിയാലിറ്റിയും. രണ്ടാമത്തേത്, ഇഫ് ദ പ്രൊജക്റ്റ് ഈസ് ബിഹൈൻഡ് ഷെഡ്യൂൾ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് പ്രോഗ്രാമേഴ്സ് ക്യാൻ റെഡ്യൂസ് ദ ടൈം ഗ്യാപ്പ്. ഏറ്റവും വലിയൊരു തെറ്റായ ധാരണയാണ് മാനേജേഴ്സിന് ഉണ്ടാകുന്ന. അതായത് അതായത് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം 5 ആൾക്കാരാണ് ഉള്ളത്, പക്ഷെ അവരെ കൊണ്ട് ആവുന്നില്ല എന്ന് കാണുമ്പോൾ കുറച്ചൊരു 5 ആൾക്കാരും കൂടി അതിലേക്ക് ആഡ് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് തീരുമല്ലോ, ടൈമിൻ്റെ ഉള്ളിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ഇവർ വിചാരിക്കും. പക്ഷേ അത് തെറ്റായൊരു ധാരണയാണ്. പുതിയ 5 ആൾക്കാർ വരുമ്പോൾ അവരെയും കൂടെ ഇത് പഠിപ്പിച്ചെടുക്കാനുള്ള സമയം എടുക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 5 ആൾക്കാർ ചെയ്യുന്ന സമയം ഇവർക്ക് 2 ദിവസം ഇവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വരും. മാൻ പവർ ടു ദ പ്രൊജക്റ്റ് വിച്ച് ഈസ് ഓൾറെഡി ബിഹൈൻഡ് ഷെഡ്യൂൾ ഫർദർ ഡിലേസ് ദ പ്രൊജക്റ്റ്. ടൈമിന് ബാക്കിലായിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റിൽ കുറച്ചും കൂടെ ഒരു മാൻ പവറിനെ, കുറച്ചും കൂടെ വർക്കേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് പ്രൊജക്റ്റിന് ഒന്നും കൂടിയും ഡിലേ ആക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്, അല്ലാതെ സ്പീഡപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ
ന്യൂ വർക്കേഴ്സ് ടേക്ക് ലോങ്ങർ ടു ലേൺ അബൌട്ട് ദ പ്രൊജക്റ്റ് ആസ് കമ്പയർഡ് ടു ദോസ് ഓൾറെഡി വർക്കിംഗ് ഓൺ ദ പ്രൊജക്റ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ ജൂൺ 1 നമ്മൾ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു, നമുക്കിങ്ങനെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കിട്ടി, നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഒരു വീക്കോ 2 വീക്കോ ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളത്ര ഇപ്പോൾ ആ കുട്ടിക്ക് ആ ക്ലാസ്സിലേക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും അല്ലേ. കാരണം നിങ്ങൾ ഈ ഒരു 2 ആഴ്ച കൊണ്ട് പഠിച്ച എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യണം, ആ കുട്ടിക്കും പഠിച്ച് നിങ്ങളെ കൂടെ എത്തിയിട്ട് വേണം. അതേപോലെയാണ് നമ്മൾ ഓൾറെഡി ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള ടീമിലേക്ക് അത് ഡിലേ ആവുമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ ആൾക്കാരെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ വന്ന ആൾക്കാർ ഇവരെ കൂടെ അത് പഠിച്ചെത്തിയിട്ട് വേണം, എങ്കിൽ മാത്രമേ അത് പിന്നീട് അങ്ങോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാത്തതൊക്കെ എന്താണ്, ഈ ഉള്ള ആളുകൾക്ക് കൂടി പുതിയ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം കൂടി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വരുമ്പോൾ ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയറും ഈസി ആയിട്ട് വർക്ക് ചെയ്യും ഈസി ആയിട്ട് നമുക്ക് ടൈമിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അതൊന്നും കൂടി ഡിലേ ആക്കേയുള്ളൂ നമ്മളെ വർക്ക്. മാനേജേഴ്സിന് ഉണ്ടാവുന്ന അടുത്തൊരു മിത്താണ്, ഇഫ് ദ പ്രൊജക്റ്റ് ഈസ് ഔട്ട്സോഴ്സ്ഡ് ടു എ തേർഡ് പാർട്ടി ദ മാനേജ്മെൻറ്റ് ക്യാൻ റിലാക്സ് ആൻഡ് ലെറ്റ് ദ അതർ ഫേം ഡെവലപ്പ് സോഫ്റ്റ്വെയർ ഫോർ ദം. അതായത് നമ്മളെ പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തു, ഞാൻ ആ കമ്പനീൻ്റെ ഓണർ ഞാനാണ്. അപ്പോൾ ഞാനത് ഏറ്റെടുത്തിട്ട് ഞാനത് വേറൊരു പാർട്ടിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു, വേറൊരു കമ്പനിക്ക് കൊടുത്തു. എനിക്കാണ് യൂസർ തന്നത്, അത് ഞാൻ വേറൊരു കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, നമ്മൾ റിലാക്സ്ഡായി അവർ നോക്കുമല്ലോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താണ്, outsourcing software to a third party does not help the organization which is incompetent in managing and controlling the software project internally. The organization invariably suffers when it outsources the software project. അപ്പോൾ ഇൻറ്റേർണലായിട്ട് ഇപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസർ നമ്മളോടാണ് ചോദിക്കുന്നത്, എന്തായി, എവിടെ എത്തി, ടൈമിന് തരാൻ പറ്റുമോ, എത്രയാവും കോസ്റ്റ്, ഇപ്പോൾ എന്തായി ഇതിൻ്റെ ഒരു സ്റ്റേജ്, അങ്ങനെ അവർ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ വേറൊരു ഓർഗനൈസേഷന് കൊടുത്താൽ അവർ നോക്കുമല്ലോ എല്ലാം, നമ്മൾ റിലാക്സ്ഡ് ആണെന്നാണ്. പക്ഷേ യൂസേഴ്സ് അപ്പോഴും ചോദിക്കുക ആരോടാണ്, നമ്മളോടാണ്. നമ്മളാണ് അതിൻ്റെ ഇൻറ്റേർണലി ഉള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷനിലേക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രീ ആവുന്നില്ല. നമ്മളോടാണ് യൂസേഴ്സിൻ്റെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ 3 മിത്തുകളാണ് മാനേജ്മെൻറ്റിന് ഉണ്ടാവുക. അതിൻ്റെ റിയാലിറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതും. ഇതിങ്ങനെ അതായത് ആ ധാരണകൾ കേൾക്കുമ്പോഴും അതിൻ്റെ റിയാലിറ്റി കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും, ഇപ്പോൾ ഇങ്ങനെ തന്നെ ആണല്ലോ അല്ലേ എന്നുള്ളത്. ശരിക്കും പൊതുവെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത്. അടുത്തത് യൂസർ മിത്ത്. അതായത് ഇപ്പം നമ്മളൊരാൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കൊടുത്തതാണ്, നമ്മളാണ് യൂസർ. അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ഇതിൽ പറയുന്നത്. ഇൻ മോസ്റ്റ് കേസസ് യൂസേഴ്സ് ടെൻഡ് ടു ബിലീവ് മിത്സ് അബൌട്ട് ദ സോഫ്റ്റ്വെയർ ബിക്കോസ് സോഫ്റ്റ്വെയർ മാനേജേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഡു നോട്ട് ട്രൈ ടു കറക്റ്റ് ദ ഫാൾസ് ബിലീവ്സ്. നമ്മളെ മൈൻഡിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. നമ്മളെ തിരുത്താനാണെങ്കിൽ ആരും ശ്രമിക്കുന്നില്ല. ഈ സോഫ്റ്റ്വെയർ മാനേജേഴ്സ് ആണെങ്കിലും ഡെവലപ്പേഴ്സ് ആണെങ്കിലും അവരൊന്നും ഈ തെറ്റായ ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമില്ല, അവർ നമുക്ക് പറഞ്ഞു തരുന്നുമില്ല. അപ്പോൾ ഈ തെറ്റായ ധാരണകളൊക്കെ നമുക്ക് എന്താണ്, കുറേ വേണ്ടാത്ത എക്സ്പെക്റ്റേഷൻസും അതേപോലെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി കോംപ്ലക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുക ചെയ്യുക. അതായത് നമ്മൾ ആരും തിരുത്തുന്നില്ല, പറഞ്ഞു തരുന്നില്ല നമുക്കാർക്കും ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊന്നും. അപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിയാലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് മിത്ത് പറയുന്നത്, ബ്രീഫ് റിക്വയർമെൻറ്റ് സ്റ്റേറ്റഡ് ഇൻ ദ ഇനീഷ്യൽ പ്രോസസ് ഈസ് ഇനഫ് ടു സ്റ്റാർട്ട് ഡെവലപ്മെൻറ്റ്. ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി ആഡഡ് ടു ദ ലേറ്റർ സ്റ്റേജസ്. അത് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ ഒരു ധാരണ മതി, അല്ലെങ്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി പ്രൊജക്റ്റ് തുടങ്ങാൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഡെവലപ്പർ സൈഡല്ല കേട്ടോ, നമ്മൾ യൂസർ സൈഡാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, പിന്നെ ഷോപ്പിക്ക് എനിക്കൊരു സോഫ്റ്റ്വെയർ വേണം, അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെവലപ്പറെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ഡെവലപ്പർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്കിങ്ങനെ കൂട്ടി പറഞ്ഞാൽ മതിയല്ലോ അവരത് ചെയ്തു തരുന്നത്. നമ്മളൊരു ധാരണയാണത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ മതി.
അതേപോലെയാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാലേ അത് സ്മൂത്തായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പോരാ, അതിന് പകരം അതിൻ്റെ റിയാലിറ്റി എന്താണ്? സ്റ്റാർട്ടിംഗ് ഡെവലപ്മെൻറ്റ് വിത്ത് ഇൻകംപ്ലീറ്റ് ആൻഡ് ആംബിഗ്വസ് റിക്വയർമെൻറ്റ്സ് ഓഫൺ ലീഡ് ടു സോഫ്റ്റ്വെയർ ഫെയിലിയർ. അതായത് കംപ്ലീറ്റ് അല്ലാത്ത റിക്വയർമെൻറ്റ് വെച്ചിട്ടും അതേപോലെ ഇങ്ങനെ ആംബിഗ്വസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു എന്താ പറയുക, ക്ലിയർ അല്ലാത്ത ഈ ഒരു സംശയമൊക്കെ വെച്ചിട്ടുള്ള റിക്വയർമെൻറ്റ് വെച്ചിട്ടൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോയാൽ ആ സോഫ്റ്റ്വെയർ എന്താവും? ഫെയിലിയർ ആയിട്ട് പോവും, അത് സക്സസ് ആവില്ല. ഇൻസ്റ്റഡ് എ കംപ്ലീറ്റ് ആൻഡ് ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിക്വയർമെൻറ്റ്സ് ഈസ് എസെൻഷ്യൽ ബിഫോർ സ്റ്റാർട്ടിംഗ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടതിന് മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ കംപ്ലീറ്റ് റിക്വയർമെൻറ്റ്സും യൂസേഴ്സ് എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. പ്രൊജക്റ്റ് ചെയ്യേണ്ടതിന് മുന്നേ ഈ ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഒരു ഐഡിയ, അതിൻ്റെ ഒരു അനാലിസിസ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡീറ്റെയിൽസ് എല്ലാതും നിങ്ങളെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. പിന്നീട് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആണ്, സോഫ്റ്റ്വെയർ സക്സസ് ആവാതെയും പോവും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റേജിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കി വെക്കണം. Adding requirements at a later stage often requires repeating the entire development process. അതാണ് വേറൊന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തൊരു ഫീച്ചർ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകേണ്ടി വരും, സ്റ്റാർട്ടിങ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ടു റിസ്ക്കിയാണ്. അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യുക? എല്ലാ റിക്വയർമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്ത് അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് പോകണം. അതാണ് റിയാലിറ്റി. അടുത്തത്, സോഫ്റ്റ്വെയർ ഈസ് ഫ്ലെക്സിബിൾ, ഹെൻസ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ചേഞ്ചസ് ക്യാൻ ബി ആഡഡ് ഡ്യൂറിങ് എനി ഫേസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. സോഫ്റ്റ്വെയർ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ അത് സോഫ്റ്റ്വെയറിൻ്റെ ഏത് ഫേസിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് നമ്മളെ ധാരണ. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താ? Incorporating change requests earlier in the development process cost lesser than those that occurs at later stages. This is because incorporating changes later may require redesigning and extra resources. അതായത് നമ്മളൊരു തെറ്റ് അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ശരിയാക്കാം. പക്ഷേ അത് ലേറ്റർ സ്റ്റേജസിലേക്കാണ് നമ്മൾ ഓരോ റിക്വയർമെൻറ്റ് ആഡ് ചെയ്യുന്നതും അവിടെയാണ് നമ്മളിങ്ങനെ ഓരോ എറർ കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിലോ അപ്പോൾ കൂടുതലായിട്ടുള്ള കോസ്റ്റും വേണ്ടി വരും. ചിലപ്പോൾ അത് റീഡിസൈൻ ചെയ്യേണ്ടി വരും, രണ്ടാമത് തുടങ്ങേണ്ടി വരും. ചിലപ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ റിസോഴ്സസ്, വേറെ കുറേ റിസോഴ്സസ് അതൊന്ന് ആ റിക്വയർമെൻറ്റ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ശരിയാക്കാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് യൂസർക്ക് ഉണ്ടാവുന്ന മിത്തുകളും അതിൻ്റെ. അപ്പോൾ ഇത്രയും യൂസർ മിത്തും റിയാലിറ്റീസും ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, ഡെവലപ്പർ മിത്ത്. ഇനി ഡെവലപ്പർ മനസ്സിൽ എന്തൊക്കെയാണ് തെറ്റായ കാര്യങ്ങളുള്ളത്? ഇൻ ദ ഏർലി ഡേയ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിംഗ് വാസ് വ്യൂഡ് ആസ് എൻ ആർട്ട്, ബട്ട് നൗ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഹാസ് ഗ്രാജുവലി ബിക്കം എൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ. അത് ജനറൽ ഒരു കാര്യം പറഞ്ഞതാണ്. പണ്ടൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആർട്ടായിട്ടാണ് കണ്ടിരുന്നത്, ഒരു കല. പക്ഷേ ഇപ്പോൾ അതെന്തായിട്ട് മാറി? അതൊരു എൻജിനീയറിംഗ് പ്രോസസ്സായിട്ട് മാറി. സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ മൈൻഡിലും ഒരുപാട് മിത്തുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള മിത്തുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് കംപ്ലീറ്റ് വെൻ ദ കോഡ് ഈസ് ഡെലിവേർഡ്. അതായത് കംപ്ലീറ്റ് പ്രോഗ്രാമിങ്ങും കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു എന്നാണ് ഡെവലപ്പേഴ്സ് വിചാരിക്കുന്നത്. അതായത് ഫുൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു, അതാണ് വിചാരം. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താ? 50% to 70% ഓഫ് ഓൾ ദ എഫേർട്ട് ആർ എക്സ്പെൻഡഡ് ആഫ്റ്റർ ദ സോഫ്റ്റ്വെയർ ഈസ് ഡെലിവേർഡ് ടു ദ യൂസർ. അതാണ് സത്യം. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കഴിയുന്നില്ല. നമ്മളിത് പ്രോഗ്രാമിങ്ങും ടെസ്റ്റിങ്ങും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസർക്ക് കൊടുക്കൂലേ? യൂസർ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴാണ് യൂസർ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്നുള്ളത് യൂസർ കാണുന്നുള്ളൂ. അതായത് യൂസർ എന്തെല്ലാം വേണമെന്ന് വിചാരിച്ചോ അതെല്ലാം അതിലുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയാം. അതൊന്നും ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലോ അത് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണ് ശരിക്കും ഡെവലപ്പർക്ക് പണി തുടങ്ങുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി. കോഡിങ് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കഴിയൂല.
യൂസർ ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതെന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 50% to 70% എഫേർട്ട് എവിടെയാണ് വരുന്നത്, ഈ ഒരു സോഫ്റ്റ്വെയർ യൂസർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുന്നത്. അടുത്തത്, ദ സക്സസ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. നമ്മളെ സോഫ്റ്റ്വെയർ സക്സസ് ആണെന്ന് എപ്പോഴാണ് പറയുക, നമ്മൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് സക്സസ് ആണ് എന്ന് പറയാം എന്നാണ് ധാരണ. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താ, ദ ക്വാളിറ്റി ഓഫ് പ്രോഗ്രാംസ് ഈസ് not the only factor that makes the project successful. Instead, the documentation and software configuration also play a crucial role. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കൽ മാത്രമല്ല, പകരം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കണം. അതായത് അതിൻ്റെ മാനുവൽ ഉണ്ടാക്കണം. അതേപോലെ ആ സോഫ്റ്റ്വെയർ അതിൽ യൂസ് ചെയ്ത റിസോഴ്സസും കാര്യങ്ങളും ഉണ്ടാവില്ലേ, കോൺഫിഗറേഷനൊക്കെ. അപ്പോൾ അതെല്ലാം അതിൻ്റെ കൂടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതൊരു സക്സസ്ഫുൾ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്തത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിക്വയേഴ്സ് അൺനെസസറി ഡോക്യുമെൻറ്റേഷൻ വിച്ച് സ്ലോസ് ഡൗൺ ദ പ്രോജക്റ്റ്. ഈ ഡെവലപ്പേഴ്സിൻ്റെ ഡോക്യുമെൻറ്റേഷനിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനോട് താല്പര്യം ഉണ്ടാവുക. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റണം. ഇപ്പോൾ പ്രൊജക്റ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യൂലേ, അതിനെയാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവരും കൂടുതൽ എന്തെയ്ക്കാരം ഈ ഡോക്യുമെൻറ്റേഷനിലൊന്നും അധികം നോക്കൂല. അവർ വിചാരിക്കുക അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളെ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, ടൈമിന് കൊടുക്കാൻ കഴിയില്ല, സ്ലോ ആയി പോവും എന്നുള്ളതൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് എബൌട്ട് ക്രിയേറ്റിംഗ് ക്വാളിറ്റി അറ്റ് എവറി ലെവൽ ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ്. പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ എൻഹാൻസസ് ക്വാളിറ്റി വിച്ച് റിസൾട്ട്സ് ഇൻ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് റീ വർക്ക്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ലെവലും ഓക്കെ ആണ് എന്നുള്ളത് ഡെവലപ്പർ ഒരു ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ കൂടെ ഉണ്ടാക്കി വരണം. അപ്പോൾ മാത്രമേ നമുക്ക് പിന്നീട് അതിലൊരു വർക്ക് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ കഴിയുള്ളൂ, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ. അതാണ് ഈസി മെത്തേഡ്. അല്ലാതെ ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാതിരിക്കല്ല വേണ്ടത്. അടുത്തത്, ദ ഓൺലി പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഡെലിവേർഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ് ഈസ് ദ വർക്കിംഗ് പ്രോഗ്രാംസ്. ഡെവലപ്പർ വിചാരിക്കുകയാണ് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ യൂസർക്ക് തിരിച്ചു കൊടുക്കുന്നത് ഈ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം മാത്രമാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് മാത്രം അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം മാത്രം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി, വേറൊന്നും കൊടുക്കണ്ട എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താ, ദ ഡെലിവറബിൾസ് ഓഫ് എ സക്സസ്ഫുൾ പ്രൊജക്റ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ വർക്കിംഗ് പ്രോഗ്രാം ബട്ട് ഓൾസോ ദ ഡോക്യുമെൻറ്റേഷൻ ടു ഗൈഡ് ദ യൂസേഴ്സ് ഫോർ ദ സോഫ്റ്റ്വെയർ. ഇവിടെ അധികവും എടുത്തു പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ മാത്രം കൊടുത്താൽ പോരാ, അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനും യൂസറെ വർക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പർ കൊടുക്കണം, ഗൈഡ് ചെയ്യണം യൂസേഴ്സിനെ. അതിന് വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻറ്റേഷനും ഡെവലപ്പ് ചെയ്ത് അവർക്ക് കൊടുക്കണം. അല്ലാതെ ഒരു എൻഡ് വർക്കിംഗ് പ്രോഗ്രാം മാത്രം കൊടുത്താൽ പോരാ, ഒരു സോഫ്റ്റ്വെയർ മാത്രം കൊടുത്താൽ പോരാ. അടുത്ത മിത്ത്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി ക്യാൻ ബി അസസ്ഡ് ഓൺലി ആഫ്റ്റർ ദ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. അത് വലിയൊരു ധാരണയാണ്. അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. സോഫ്റ്റ്വെയർ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ അത് ഗുഡ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയാം. അപ്പോൾ ക്വാളിറ്റി ഉണ്ട് എന്ന് അതിന് പറയാം. അതല്ല ശരിക്കും ചെയ്യേണ്ടത്. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, the quality of software can be measured during any phases of software process by applying some quality assurance mechanism. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഫേസസ് ഉണ്ട് പറഞ്ഞില്ലേ, റിക്വയർമെൻറ്റ്, ഡിസൈനിങ്, കോഡിങ്, ടെസ്റ്റിങ്, ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻ്റനൻസ്. അപ്പോൾ ഏത് ഫേസിലും എന്ത് ചെയ്യണം, ആ ഫേസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയർ ഫങ്ഷണൽ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ റിക്വയർമെൻറ്റിൽ ഈ സോഫ്റ്റ്വെയറിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സ് അതിലുണ്ടോ, ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയറിന് വേണ്ട എല്ലാ ഡിസൈനും കാര്യങ്ങളും ഇതിലുണ്ടോ, അങ്ങനെ ഓരോ ഫേസിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. അല്ലാതെ ഒരു ഫൈനൽ സോഫ്റ്റ്വെയർ വർക്കിംഗ് മേലല്ല നമ്മൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഉറപ്പ് വരുത്തേണ്ടത്.
One such mechanism is formal technique review that can be effectively used during each phase of development to uncover certain errors. അപ്പോൾ ഇങ്ങനെ ഇത് ഇഫക്റ്റീവായിട്ട് വർക്കിംഗ് ആണോ, ഓരോ ഫേസിലും സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തതാണ് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ. ഓരോ ഫേസിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ റിവ്യൂ ചെയ്യുക, ഇങ്ങനെ നോക്കുക, രണ്ടാമതും നോക്കുക. അതാണ് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് ഓരോ ഫേസിലും ചെക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ വർക്കിംഗ് ആണോ എന്നെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇത് ക്വാളിറ്റി ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയാൻ. ഇങ്ങനെ 3 രീതിയിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് മിത്തുകളുള്ളത്. മാനേജ്മെൻറ്റ് മിത്ത്, യൂസർ മിത്ത്, ഡെവലപ്പർ മിത്ത്.